സഹൃദയരെ, കലാസ്നേഹികളെ, മാർ തോമാസ് ലീഹ നമ്മുടെ ഇടവകയുടെ വിശ്വാസ സംരക്ഷകനും മധ്യസ്ഥനുമാണ്. നമ്മുടെ ദേവാലയത്തിന്റെ 1725 വർഷം ആഘോഷിക്കുമ്പോൾ ഭാരത മണ്ണിന് ക്രിസ്തുവിലുള്ള വിശ്വാസം പകർന്നു നൽകിയ നമ്മുടെ വിശുദ്ധനെ കൂടുതൽ അടുത്തറിയുവാനും മനസ്സിലാക്കുവാനും നമ്മുടെ സ്വന്തം ഇടവക ജനങ്ങൾ അണിയിച്ചൊരുക്കുന്ന നാടകം മാർ വാല. എന്റെ കർത്താവേ, എന്റെ ദൈവമേ. ദൈവം തന്റെ ജനതയുടെ പാപപരിഹാരാർത്ഥം തന്റെ ഏകജാതനെ ലോകത്തിലേക്ക് അയച്ചു. അതിന്റെ സാരം മനസ്സിലാക്കാതെ നമ്മളും ദൈവപുത്രനെ കുരിശിലേറ്റി. തിരുവെഴുത്തുകൾ നിറവേറ്റപ്പെട്ടതിന്റെ സമാധാനത്തിൽ നന്ദികേടുകൾ ആവർത്തിക്കപ്പെടുകയാണ്. പക്ഷേ ഓർക്കുക, യേശു ചിന്തിയ ഓരോ തുള്ളി രക്തവും നമ്മുടെ പാപങ്ങളെ പ്രതിയാണ്. നമ്മുടെ മനസ്സുകൾ രക്ഷകന്റെ ദിവ്യരക്തം വീണ കാൽവരികളാകാതിരിക്കട്ടെ. സ്നേഹപിതാവായ ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ സാത്താന്റെ പ്രലോഭനത്തിലകപ്പെട്ട് പാപം ചെയ്തപ്പോൾ മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്കായി വാഗ്ദാനം ചെയ്ത ദൈവപുത്രനായ ഈശോ മനുഷ്യനെ രക്ഷിക്കാൻ അന്നുവരെ അവഹേളനത്തിന്റെ അടയാളമായിരുന്ന കുരിശിൽ പീഡനമേറ്റ് മരിച്ച് മനുഷ്യമക്കൾക്ക് രക്ഷ പ്രദാനം ചെയ്തു. പിതാവേ, അവരോട് ക്ഷമിക്കണമേ. അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ. എനിക്ക് ദാഹിക്കുന്നു. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അവസാനത്തുള്ളി രക്തം പോലും മനുഷ്യന് വേണ്ടി ചിന്തി കുരിശിൽ മരിച്ച ഈശോയുടെ ജീവിതം ഒരു പരാജയമായിരുന്നില്ല, മറിച്ച് പ്രത്യാശ നൽകുന്നതാണ്. 3-ാം ദിവസം മഹിമപ്രതാപത്തോടെ അവിടുന്ന് മരണത്തെ പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റു. രാജ്യദ്രോഹ കുറ്റം ചുമത്തി കുരിശിലേറ്റപ്പെട്ടവന്റെ കൂട്ടാളികൾ എല്ലാവരും തന്നെ കയ്യാഫാസിന്റെയും കൂട്ടരുടെയും നോട്ടപ്പുള്ളികളായിരുന്നു. ജീവൻ കയ്യാഫാസിന്റെ വിരൽത്തുമ്പിലായിരുന്നിട്ടും അത്രയും നാളുകൾ തങ്ങളുടെ കൂടെയുണ്ടായിരുന്ന ഗുരുവിനോടുള്ള സ്നേഹം ബാക്കിവച്ചു കുറച്ചുപേർ മാത്രം. നീ എന്തൊക്കെയാ മറിയം ഈ പറയുന്നത്? നമ്മളെല്ലാവരും കൂടി അല്ലേ ഗുരുവിനെ ആ കല്ലറയിൽ സംസ്കരിച്ചത്? പിന്നെ ആ ശരീരം അവിടുന്ന് എങ്ങോട്ട് പോകാനാ? നേരം പുലരാൻ ഇനിയും യാമങ്ങൾ ബാക്കിയാണ്. നീ എന്തിനാ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നത്? യേശുവിന്റെ മരണം കണ്ട് നീ ആകെ തകർന്നിരിക്കുക. അതുകൊണ്ടാ
ഇങ്ങനെ നേർബുദ്ധി നഷ്ടപ്പെട്ടവളെ പോലെ സംസാരിക്കുന്നത്? ഞാൻ പറയുന്നത് സത്യമാണ്. എന്റെ ബുദ്ധിക്കും ദൃഷ്ടിക്കും ഒരു കുഴപ്പമില്ല. നിങ്ങളൊന്ന് അകത്ത് കയറി നോക്ക്. യേശുവിന്റെ ദേഹം അവിടെ ഇല്ല. ഉറപ്പാണോ? ഉറപ്പാണ്. കയറി നോക്കാൻ തന്നെയാണ് വന്നത്. പറഞ്ഞത് നിന്റെ തോന്നലാണെങ്കിൽ എന്റെ സ്വഭാവം മാറും. പറഞ്ഞില്ലെന്ന് വേണ്ട. വരൂ, നമുക്ക് നോക്കാം. ഇനി എനിക്ക് തോന്നിയതാകുമോ ദൈവമേ? എങ്കിൽ പത്രോസിന്റെ വാളാകും എന്നോട് ഇതിന് മറുപടി പറയാ. ഇല്ല ഇല്ല, അത് സത്യമാണ്. യേശു അവിടെ ഇല്ല, ഉറപ്പ്. എന്തായി? കണ്ടോ കണ്ടോ എന്റെ യേശുവിനെ? നീ പറഞ്ഞത് ശരിയാണ്. ഗുരുവിന്റെ ദേഹം ആരോ അവിടുന്ന് മാറ്റിയിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇനി ഇനി നമ്മൾ എന്തു ചെയ്യും? എനിക്കറിയില്ല. ഇത് വളരെ വിചിത്രമായി തോന്നുന്നു എനിക്ക്. എന്തിനിങ്ങനെ ചെയ്യണം? ഒരു മനുഷ്യന് താങ്ങാൻ പറ്റാത്ത പീഡകൾ ഏൽപ്പിച്ച് കുരിശിൽ തറച്ചു കൊന്നു. ആ മൃതദേഹത്തോട് പോലും പകയോ? ഹോ, ഇതെന്തു നീതി! അധികാരമുണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്നാണോ? ദൈവമേ, നീ ഇതൊന്നും കാണുന്നില്ലേ? ഇതെന്തോ ഗൂഢാലോചനയുടെ ഭാഗമാണ്. യേശുവിന്റെ ദേഹം ഇവിടുന്ന് മാറ്റിയവർ എന്തോ കൽപ്പിച്ചു കൂട്ടിയാണ്. എന്താ നീ ഉദ്ദേശിച്ചത്? തെരഞ്ഞു വരുന്ന നമ്മളെ അധികാരപ്പെട്ടവരുടെ അടുത്തേക്ക് എത്തിക്കാൻ ഒരു തന്ത്രം. അതിന് ശരീരം മാറ്റുന്ന എന്തിന്? മാറ്റും. അതൊരു കെണിയാണ്. ദേഹം ഇവിടെ ഇല്ലെന്നറിയുമ്പോൾ ഗുരുവിന്റെ ശിഷ്യരും സ്നേഹമുള്ളവരും ഇവിടെ എത്തും. അപ്പോൾ എല്ലാവരെയും പിടിച്ചു വധിക്കാനോ കാരാഗ്രഹത്തിൽ അടയ്ക്കാനോ ആവും. അതെ, അതുതന്നെയാണ് അവരുടെ ലക്ഷ്യം. ഇനി ഇവിടെ നിൽക്കണ്ട, പോകാം. ഗുരുവിനെ അവർ കൊന്നു. ഗുരുവിന്റെ വചനങ്ങളെങ്കിലും നിലനിൽക്കണം നമ്മളിലൂടെ. വരൂ. നീ വരുന്നില്ലേ? ഇല്ല, നിങ്ങൾ പോയിക്കോളൂ. എന്നെ അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. നാഥന്റെ ദേഹം എവിടെയാണെന്ന് അറിയാതെ ഞാൻ ഇവിടെ വിട്ടു പോകില്ല. മറിയം, നീ? അറിയാം, എന്റെ ജീവൻ അതിന് എന്ത് വിലയുള്ളത്? പോയിക്കോളൂ. പിതാവേ, അങ്ങേ പുത്രനെ ഈ കാപാലികരുടെ കയ്യിൽ നിന്നും രക്ഷിക്കാതിരുന്നത് എന്തേ? ഇതാ, ഇപ്പോൾ അവർ മിശിഹായുടെ ദേഹം പോലും എടുത്തു മാറ്റിയിരിക്കുന്നു. ഇതെങ്ങനെ സഹിക്കും? ഈ അനീതിക്ക് ആരോടാ പരാതിപ്പെടുക? എന്റെ യേശുവേ, നാഥാ. സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? എന്റെ കർത്താവൻ അവരെടുത്തുകൊണ്ടുപോയി. അവർ അവനെ എവിടെയാണ് വച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതെ, ഇയാൾ തന്നെയാണ് ഇവിടുത്തെ നോട്ടക്കാരൻ. ഇയാൾ അറിയാതെ യേശുവിന്റെ ദേഹം ഇവിടെ വിട്ടു പോകില്ല. പ്രഭു, താങ്കൾ അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ ആ ദേഹം എവിടെ വെച്ചു എന്ന് എന്നോടൊന്ന് പറയൂ. ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കോളാം. മറിയം, പ്രഭുനി, പ്രഭുനി, എന്റെ യേശുവേ, നീ മരണത്തെ ജയിച്ചിരിക്കുന്നു. നീ 3-ാം ദിനത്തിൽ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. റബ്ബോനി, റബ്ബോനി. യേശുവിന്റെ കുരിശുമരണത്തോടെ അവിടുത്തെ ശിഷ്യന്മാരുടെ ആത്മവിശ്വാസത്തിന്റെ അവസാനത്തെ തുള്ളിയും ചോർന്നുപോയി. ജീവൽ ഭീതി നിമിത്തം അവർ സംഘം ചേർന്ന് ഒരു സ്ഥലത്ത് ഒളിച്ചു പാർത്തു. എന്താ ഇതിന്റെ അർത്ഥം? കേൾക്കുന്നുണ്ടോ? 3 ദിവസമായി നമ്മൾ ഈ മുറിയിൽ അടച്ചുപൂട്ടിയിരിക്കുന്നു. എന്നാണ് ഇതിനൊരു അവസാനം? പറയൂ സിമിയോൻ, മരണം വരെ നമ്മൾ ഇത് തുടരണമെന്നാണോ? വേണ്ട, ധൈര്യമുള്ളവർക്ക് പുറത്തേക്ക് പോകാം. ഗുരുവിന്റെ കൂടെ കൂടും മുമ്പ് എന്ത് ചെയ്തിരുന്നോ അതൊക്കെ തുടരാം. ആരും ആരെയും തടഞ്ഞു നിർത്തുന്നില്ല. പക്ഷെ പുറത്തേക്ക് ഇറങ്ങുന്ന നിമിഷം മുതൽ ജീവൻ ഉണ്ടാകുമോ ഇല്ലയോ എന്ന്
പറയാൻ പറ്റില്ല. എന്ന് വെച്ച് എത്ര കാലം നമ്മളിങ്ങനെ കഴിയും? ഭക്ഷണവും വെള്ളവും ഇല്ലാതെ പട്ടിണി കിടന്ന് ചാകണോ? വിട്ടിത്തരം പറയാതിരിക്കാൻ അന്ത്രയോസേ. നിനക്ക് മാത്രമല്ല, ഇവിടെ എല്ലാവർക്കും വിശപ്പും ദാഹവുമുണ്ട്. നിന്നെ പോലെ തന്നെ എല്ലാവർക്കും കുടുംബവും അവിടെ കാത്തിരിക്കുന്നവരുമുണ്ട്. അവരെയൊക്കെ ഓർക്കുമ്പോ ഉറക്കെ കരഞ്ഞു പോകുന്ന സങ്കടവുമുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, നമ്മൾ അനാഥരായി പോയില്ലേ? ഇടയൻ നഷ്ടപ്പെട്ട ആട്ടിൻപറ്റങ്ങളെ പോലെ ആയില്ലേ നമ്മൾ? എന്തു ചെയ്യണമെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. നമുക്ക് കീഴടങ്ങാം. ചെയ്തു പോയതെല്ലാം അപരാധങ്ങളാണെന്ന് കയ്യപ്പാസ് വിധിച്ചാൽ അത് സമ്മതിച്ചു കൊടുക്കാം. മിണ്ടരുത്. അതിനാണോ മിശിഹ നമ്മളെ ശിഷ്യന്മാരായി തെരഞ്ഞെടുത്തത്? ആ നീചന്റെ മുമ്പിൽ നമ്മുടെ വിശ്വാസം അടിയറവ് വയ്ക്കാനാണോ അവിടുന്ന് നമ്മളെ പഠിപ്പിച്ചത്? ആണോ? സ്വയം രക്ഷപ്പെടാനുള്ള കരുത്തുണ്ടായിട്ടും കുരിശുമരണത്തോളം കീഴടങ്ങിയത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയായിരുന്നു. അത് മറന്ന് സംസാരിക്കരുത് ആരും. അടച്ചിട്ട മുറിയിലെ സുരക്ഷിതത്വത്തിൽ ഇരുന്ന് വിശ്വാസം പ്രസംഗിക്കരുത് പത്രോസ്. മിശിഹായെ അവർ പിടികൂടിയ ദിവസം നിന്റെ ഈ ചങ്കൂറ്റമൊക്കെ എവിടെ പോയിരുന്നു? കോഴി കൂവുന്നതിന് മുമ്പേ 3 വട്ടം തള്ളി പറഞ്ഞില്ലേ നീ? ഇപ്പോൾ ഞാനതിൽ ഖേദിക്കുന്നു. പ്രാണഭയം കൊണ്ട് അങ്ങനെ പറയേണ്ടി വന്നതിൽ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു. അത്തരം ഒരു പറച്ചിൽ കൊണ്ട് ചെയ്തത് അങ്ങനെ അല്ലാതാകില്ല. അത് വിട്. എങ്കിലും ഇതിനൊരു അവസാനം വേണമല്ലോ. ഇനി ഇവിടെ ഒരു തുള്ളി വെള്ളം പോലുമില്ല. എല്ലാവർക്കും ഭക്ഷണം കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ധൈര്യപൂർവ്വം പുറത്തേക്ക് പോയ തോമായെയും കാണുന്നില്ല. അയാൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് 1 ദിവസം കഴിയുന്നു. അയാൾക്ക് എന്തെങ്കിലും അപകടം പറ്റിക്കാണുമോ? ഭടന്മാരുടെ കണ്ണിപ്പെടാതെ രാജവീതി കടക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തോമ ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് കാണും. ഈ അപകടത്തിലേക്ക് ഇനി അയാൾ തിരിച്ചു വരുമെന്ന് ആരും കരുതണ്ട. ഇല്ല, തോമസ് ഒരിക്കലും വാക്ക് തെറ്റിച്ച് പെരുമാറുന്നവനല്ല. എന്റെ ഭയം തോമസ് അവരുടെ പിടിയിലകപ്പെട്ടോ എന്നാണ്. അങ്ങനെയാണെങ്കിൽ അവരയാളെ കൊന്നു കളഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അവരയാളെ പീഡിപ്പിക്കുകയാണെങ്കിൽ? ചമ്മട്ടിയടിയേറ്റ് പ്രാണൻ പിടയുന്ന വേദനയിൽ പുളയുമ്പോൾ തോമസ് ചിലപ്പോൾ നമ്മുടെ ഈ ഒളി സംഗീതത്തെ കുറിച്ച് പറഞ്ഞു പോകുമോ? പറയും, തീർച്ചയായും പറയും. അവരയാളെ കൊണ്ട് എല്ലാം പറയിപ്പിക്കും. നമ്മുടെ സമയവും അടുത്തു കഴിഞ്ഞു. നമ്മളെ തേടി വരുന്ന പടയാളികളുടെ കുതിരക്കുളമ്പടി ശബ്ദമല്ലേ ആ കേൾക്കുന്നത്? അതെ, അവരിങ്ങെത്തി, അവരിങ്ങെത്തി. ഇല്ല, അത് നമുക്കുള്ളതായിരുന്നില്ല. പക്ഷേ രക്ഷപ്പെട്ടു എന്ന് പറയാറായിട്ടില്ല. പുറത്തിറങ്ങി പഴയതുപോലെ ഒരു ജീവിതം നമുക്കിനി അസാധ്യമാണ്. ഈ ഭയം നമ്മളെ പിന്തുടരും. അതിലും ഭേദം ഗുരു നമ്മളെ പഠിപ്പിച്ച വിശ്വാസം വിളിച്ചു പറഞ്ഞ് മരണത്തെ സ്വീകരിക്കുകയാണ്. അതാണ് മഹത്വം, അതാണ് ശ്രേഷ്ഠം. അതുമാത്രമാണ് നമുക്കുള്ള ഏക രക്ഷാമാർഗം. യാക്കോബ്, യാക്കോബ്, നീ എവിടെയാണ്? ഞാൻ ഇവിടെ ഉണ്ട്. ഒന്ന് തീ പിടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഒന്ന് വേഗമാകട്ടെ. ഈ നശിച്ച ഇരുട്ട് എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നു. ദൈവമേ, ഇതെന്തൊരു പരീക്ഷണം! നീയും ഈ എളിയവരെ കൈവിട്ടോ? നിങ്ങൾക്ക് സമാധാനം. ഗുരു, അങ്ങ് വീണ്ടും ഞങ്ങളെ തേടി വന്നിരിക്കുന്നു. ഞങ്ങൾ സ്വപ്നം കാണുകയാണോ? ഞങ്ങൾക്കിത് വിശ്വസിക്കാമോ? ഇത് ഞങ്ങളുടെ ഗുരുവായ മിശിഹ തന്നെയോ? അങ്ങയുടെ കുരിശുമരണം ഞങ്ങളെ അനാഥത്വത്തിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞു. ഞങ്ങൾ മരണത്തിന്റെ വക്കീലാണ്. നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും.
ദൈവം തന്റെ ഏകജാതനെ ലോകരക്ഷയ്ക്കായി അയച്ചു. അവൻ നമുക്കായി ബലിയായി കുരിശിലേറി മരിച്ചു. തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. തോമ, നീ എവിടെയായിരുന്നു? ഇത്രയും സമയം നിന്നെ കാണാതായപ്പോൾ ഞങ്ങൾ എല്ലാവരും വല്ലാതെ ഭയപ്പെട്ടു. നീ ഇവിടെ ഇല്ലായിരുന്ന നേരത്ത് എന്തൊക്കെയോ സംഭവിച്ചെന്നറിയോ? എന്താ ഇവിടെ സംഭവിച്ചത്? ഞങ്ങൾ മിശിഹായെ കണ്ടു. എന്താ പറഞ്ഞത്? പറഞ്ഞത് കേട്ടില്ലേ? നമ്മുടെ ഗുരു ഇവിടെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് വന്നു. പറഞ്ഞത് സത്യമാണ് തോമസ്. ഞങ്ങൾ എല്ലാവരും അവനെ കണ്ടു. കുരിശിൽ തറച്ച അതേ രൂപം, അത് സത്യമാണ്. അവന്റെ കൈകളിലെ ആണിപ്പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എന്റെ വിരലിടുകയും അവന്റെ പാർശ്വത്തിൽ എന്റെ കൈ വെക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കില്ല. നീ എന്തിനിങ്ങനെ ശാഠ്യം പിടിക്കുന്നു? ഞങ്ങൾ ഇത്രയും പേർ കണ്ടതല്ലേ. ഞങ്ങളുടെ സാക്ഷ്യം നിനക്ക് വിശ്വസിക്കാൻ കഴിയില്ലേ? എനിക്ക് നിങ്ങളിലുള്ള വിശ്വാസമല്ല പ്രശ്നം. ഉയർത്തെഴുന്നേറ്റത് സത്യമാണെങ്കിൽ മിശിഹ എനിക്ക് ദർശനം തരും. ആ ഉറപ്പാണ് എന്റെ വാക്ക്. ദയവായി തെറ്റിദ്ധരിക്കരുത്. ഒരു രാവും പകലും അലഞ്ഞിട്ടും കാര്യമായിട്ടൊന്നും ശേഖരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല സഹോദരന്മാരെ. ക്രൂശിലേറ്റപ്പെട്ടവന്റെ കൂടെ നടന്നവന് കുടിക്കാൻ വെള്ളം തരാൻ പോലും ആളുകൾ മടിക്കുന്നു. പടയാളികളുടെ കണ്ണിൽപ്പെടാതെ പാത്തും പതുങ്ങിയും ഒക്കെയാ ഇതെങ്കിലും കൊണ്ടുവരാൻ കഴിഞ്ഞത്. തൽക്കാലം വിശപ്പടക്കാം. ഇതാ. എന്താ, തോമസ് ഒന്നും കഴിക്കുന്നില്ലേ? വേണ്ട, എനിക്കൊന്നും വേണ്ട. അതിന്റെ കാരണം എന്താ? കിട്ടിയത് മുഴുവനും നീ ഇവിടെ എത്തിച്ചു കാണുമെന്ന് എനിക്കറിയാം. ഉള്ളത് നമുക്ക് പങ്കുവയ്ക്കാം. വാ. ഇല്ല, എനിക്കിനി ആഹാരം ഇറങ്ങില്ല. എല്ലാവരുടെയും വിശപ്പ് കണ്ടിട്ടാണ് ഞാൻ ഇവിടം വിട്ടുപോയത്. അതുകൊണ്ട് എനിക്ക് സംഭവിച്ച നഷ്ടം വലുതായിപ്പോയി. എനിക്കെന്റെ കർത്താവിനെ കാണാൻ കഴിഞ്ഞില്ല. സഹോദരങ്ങളുടെ വിശപ്പകറ്റാൻ ഞാൻ ആഹാരം തേടി അലയുമ്പോൾ എനിക്ക് മാത്രം ദർശനം തരാതെ അവൻ പോയി. തോമാ, പരാതിയില്ല, ആരോടും പരിഭവമില്ല. പക്ഷെ ഒരു തീരുമാനം, അതെന്റേതാണ്. എന്റെ നാഥൻ എനിക്ക് ദർശനം തരും വരെ ഞാനിനി ജലപാനം ചെയ്യില്ല. തോമാ, നീ എന്താ ഈ പറയുന്നത്? ഇനി അങ്ങനെ സംഭവിക്കുമെന്ന് എന്താ ഉറപ്പ്? ഇതാരെയും ബോധിപ്പിക്കാനല്ല, എന്റെ നിരാശയാണ്. ഉയർത്തെഴുന്നേറ്റ നാഥനെ കാണാൻ ഭാഗ്യമുണ്ടായില്ലെങ്കിൽ എനിക്ക് ഈ ജീവൻ തന്നെ എന്തിന്? തോമാ, മരണത്തെ ജയിച്ച മിശിഹായെ കാണാതെ 1000 സംവത്സരത്തേക്കാൾ അടുത്തു നിൽക്കുന്ന മരണമാണ് എനിക്ക് അഭികാമ്യം. എട്ടു ദിവസങ്ങൾ കഴിഞ്ഞു. തോമസ് ജലപാനം ചെയ്തില്ല. ഗുരുവിനെ കാണാതെ താൻ ഇനി ഭക്ഷണം കഴിക്കില്ല എന്ന തന്റെ ശപഥത്തിൽ അയാൾ ഉറച്ചുനിന്നു. 8 ദിവസത്തിനു ശേഷം ഒരു രാത്രി നിങ്ങൾക്ക് സമാധാനം. തോമസ്, ഗുരു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക. എന്റെ കൈകൾ കാണുക. നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. മാർ തോമാസ് ലീഹ തന്റെ സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചത് സിറിയയിൽ നിന്ന്. പിന്നീട് അദ്ദേഹം തെക്കു പടിഞ്ഞാറെ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്തു. AD 52 അദ്ദേഹം കടൽ മാർഗം തുറമുഖ നഗരമായ കേരളത്തിലെ മുസിരിസിലെത്തി. അങ്ങനെ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ വചനം പ്രഘോഷിക്കുവാൻ തോമാസ് ലീഹ എത്തിച്ചേർന്നു.
എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയുടെ ദാസനാണ്. അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാൻ ഞാനിവിടെ വന്നിരിക്കുന്നു. ഇവിടുത്തെ മക്കൾ ദൈവത്തെ പരിത്യജിക്കുമോ എന്നുള്ള ഭയം എന്നിലുണ്ട്. പക്ഷേ അതെല്ലാം ഞാൻ അതിജീവിക്കും. ഞാൻ ഇവരെ വിശുദ്ധീകരിക്കും. ഇര തേടി പാറിപ്പറന്നു നടക്കുന്ന പ്രാവിൻ കൂട്ടങ്ങളാണിവർ. ഇവരോട് കരുണ തോന്നണമേ. പുലരെ പൂങ്കോടിയിൽ പെരുമീൻ വെള്ളാട്ടമാ കാണാ പൊന്നോടിയിൽ പൂമീൻ തുള്ളാട്ടമായി. കഥ പറയും കാറ്റേ, പവിഴത്തിരമാലകൾ കണ്ട ചുരുളഴിയും പൂഞ്ചുഴിയിൽ കടലമ്മ വിളങ്ങണ കണ്ടേ. പുലരെ പൂങ്കോടിയിൽ പെരുമീൻ വെള്ളാട്ടമായി. കഥ പറയും കാറ്റേ, പവിഴത്തിരമാലകൾ കണ്ട ചുരുളഴിയും പൂഞ്ചുഴിയിൽ കടലമ്മ വിളങ്ങണ കണ്ടേ. ചെരയൊഴിയാൻ നേരം ചില്ലുമണിക്കലവറ കണ്ട നീനുണരും കോണിൽ അരമനയണി വഴിവാണേ. പൂന്തിരയിൽ പെയ്തുണരും പുത്തരി മുത്താണേ. ഈ പൊൻകരയൻ കൊയ്തുവരും കന്നിക്കതിരാണേ. പുലരെ പൂങ്കോടിയിൽ പെരുമീൻ വെള്ളാട്ടമായി. വേലപ്പറമ്പിൽ കടലാടും വിളുമ്പിൽ മെല്ലെ തൊടുത്തു മുത്തണിയരയത്തി ഭൂമി മീനങ്ങി പൂക്കന്നം തിളങ്ങി ചന്തം തുളുമ്പും പൊന്മണിയരയത്തി. കഥ പറയും കാറ്റേ, പവിഴത്തിരമാലകൾ കണ്ട ചുരുളഴിയും പൂഞ്ചുഴിയിൽ കടലമ്മ വിളങ്ങണ കണ്ടേ. തിരയൊഴിയാൻ നേരം ചില്ലുമണിക്കലവറ കണ്ട നീനുണരും കോണിൽ അരമനയണി വഴിവാണേ. പൂന്തിരയിൽ പെയ്തുണരും പുത്തരി മുത്താണേ. ഈ പൊന്നരയൻ കൊയ്തുവരും കന്നിക്കതിരാണേ. പുലരെ പൂങ്കോടിയിൽ പെരുമീൻ വെള്ളാട്ടമായി. കാണാ പൊന്നോടിയിൽ പൂമീൻ തുള്ളാട്ടമായി. അപ്പോ മീൻ വേണോ? മീൻ നല്ല പെടക്കണ അയില. എടി ഇങ്ങാട്ട് വന്നേ, നീയും വാ. എന്താ
എന്താണ് നീ കിടന്ന് ചലക്കണത്? ഇന്നലെ ഈ കടാപ്പുറത്ത് ഒരു മാന്ത്രികൻ വന്നു. എന്തൊരു സുന്ദരനായിരുന്നു കേട്ടാ. അല്ലേലും സുന്ദരന്മാരെ കാണുമ്പോൾ നിനക്ക് അതല്ലടി, അയാള് ഇന്നലെ വെള്ളം എടുത്ത് മേലാട്ടെറിഞ്ഞു. ആ വെള്ളം കീഴാട്ട് വന്നില്ലാടി, അവിടെ നിന്ന്. ആടി, ഇവാള് പറയണത് നേരാട്ടാ. അത് മാത്രല്ല, അടിയാൻ തമ്പ്രാന് കൊടുക്കാനുള്ള കരം ഈ മാന്ത്രികൻ കടാലിലെ മീനിന്റെ വായിൽ നിന്നും സ്വർണ്ണ നാണയമായി എടുത്തു കൊടുത്തുട്ടാ. നിങ്ങ പറയുന്നത് നേരാണെങ്കി നമുക്ക് സ്വർണം കിട്ടിയാ കൊള്ളാം. അപ്പോ മീൻ വേണ, മീൻ നല്ല പെടക്കണ അയില. എടി എടി എടി, നിന്റെ കൊട്ടയില് ചാളയല്ലേ, നീ എന്താടി അയില അയില എന്ന് പറയണേ? എടി, അയിലാന്ന് പറഞ്ഞാലാണ് ആരെങ്കിലും കൊട്ടയിൽ വന്ന് നോക്കുള്ളൂ. നീ ഇങ്ങാട് വാ. ഒരൊറ്റ മീൻ പോലും വലയിൽ കുടുങ്ങണില്ലാട്ടാ. എന്തൊരു കഷ്ടാണിത്. പടിഞ്ഞാറൻ മാനത്ത് അന്തി ചോക്കാറായി. ഈ മീൻ വിറ്റ് കിട്ടിയിട്ട് വേണം തമ്പ്രാന് കൊടുക്കാനുള്ളത് കൊടുക്കാൻ. പിന്നെ മീൻ കുറേ ഇന്ന് കിട്ടും, നോക്ക് നിന്നോ. ഉള്ള മീനൊക്കെ ആ തമ്പ്രാനും കൂട്ടും ഇന്നലെ പിടിച്ചോണ്ട് പോയിട്ടുണ്ട്. കരം കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഇവനെയൊക്കെ അടിമവേള ചെയ്യിപ്പിച്ച് നാട് കടത്തണം. അല്ലേലും ഈ കീഴ്ജാതിക്കാരെ തട്ടി നടക്കാൻ വയ്യ. ശുദ്ധിയില്ലാത്തമാരി. ദൈവമേ, ഈ കടാലൊന്ന് കനിയേണമേ. അടിയാങ്ങളെ കാത്തോളണേ. എഴുന്നേൽക്കൂ സഹോദര, എന്തു പറ്റി? വലയെറിഞ്ഞിട്ട് മത്സ്യമൊന്നും കിട്ടുന്നില്ല. കരയിലുള്ളവർ ആകെ വിഷമത്തിലാണ്. ഹേയ്, ഇവൻ ഏതായി വരത്തൻ? ഞാൻ തോമസ്, ജെറുസലേമിൽ നിന്ന് വരുന്നു. സഹോദര, ഞാൻ എൻ്റെ ഗുരുവിൻ്റെ കൂടെ ഒത്തിരി മീൻ പിടിക്കാൻ പോയിട്ടുണ്ട്. നിന്റെ ഗുരുവിനെ മീൻ പിടുത്തായിരുന്ന? എൻ്റെ ഗുരുവിനെ പറ്റി നിങ്ങൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ. വരൂ, എൻ്റെ കൂടെ കടലിലേക്ക് വരൂ. സർവശക്തനായ ദൈവമേ, സകലത്തിൻ്റെയും സൃഷ്ടാവേ, പാവങ്ങളുടെ നിലവിളി കേൾക്കുന്നവനെ, അങ്ങയുടെ ശക്തിയാൽ അത്ഭുതം ഇവിടെ നടക്കുമാറാകട്ടെ. അടയാളങ്ങളും അത്ഭുതങ്ങളും വഴി ഇവർ അങ്ങയിൽ വിശ്വസിക്കട്ടെ. നിറയെ മത്സ്യങ്ങൾ. വല വലിച്ചു കയറ്റു. അത്ഭുതം. ഓ, ഭയങ്കരം തന്നെ. എന്തൊരു അത്ഭുതമായി നടന്നിരിക്കുന്നത്. അങ്ങനെ നന്ദി. അങ്ങയുടെ കാരുണ്യത്തിന് നന്ദി. അങ്ങ് ആരാണ്? ഞാൻ തോമസ്, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനാണ്. എൻ്റെ കൂട്ടാളി ശിമയോൻ്റെ കൂടെ യേശു പ്രവർത്തിച്ച അത്ഭുതമാണിത്. വല നിറയെ മീൻ. അന്ന് മത്സ്യത്തെ പിടിച്ചു നടന്നവനിപ്പോൾ യേശുവിന് വേണ്ടി മനുഷ്യന് പിടിച്ചു തുടങ്ങിയിരിക്കുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഹോ, ഒരു തട്ടിപ്പുകാരൻ വന്നിരിക്കണ്, വചനം പ്രഘോഷിച്ച് ആൾക്കാരെ തട്ടിക്കാൻ. ഇവനെയൊക്കെ എന്താ ചെയ്യണ്ടേന്നറിയോ? ജെറുസലേമിൽ നിന്ന് കുറെ നുണക്കഥകളായിട്ട് ആൾക്കാരെ പറ്റിക്കാനായിട്ട് വന്നേക്കവൻ. പുതിയ മാന്ത്രികൻ വന്നിരിക്കുന്ന. അത്ഭുതങ്ങൾ കാണിച്ചു കൂട്ടുന്നു. അവന്റെ കൂടെ കൂടിയ ഒത്തിരി പണമുണ്ടാക്കാം. കഴിവുള്ളവനാണവൻ.
അസാധാരണ മനുഷ്യൻ. നമുക്ക് അവനെ പിന്തുടരാം. ഞാൻ ഒരു സാധാരണ മനുഷ്യൻ. നിങ്ങൾ ദൈവനാമത്തിൽ എന്തു ചോദിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. യേശുക്രിസ്തുവിനെ സ്വന്തമാക്കാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. വേണ്ട, ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ താഴ്ന്ന ജാതിക്കാരാണ്. മറ്റുള്ളവർ കണ്ടാൽ കുറ്റം പറയും. ദൈവത്തിൻ്റെ മുൻപിൽ ജാതിയോ മതമോ കറുത്തവനോ വെളുത്തവനോ ഇല്ല. എല്ലാവരും ഒന്നാണ്. നിങ്ങളിത് കഴിക്കൂ. സ്നേഹിതരെ, ദൈവത്തിൻ്റെ കൽപ്പനകൾ മുറുകെ പിടിക്കുവിൻ. അന്ധകാരം നിങ്ങളെ വിഴുങ്ങുകയില്ല. വാനാരൂപികളുടെ ഗാനാലാപനം, ഉയർന്നു പൊങ്ങുന്ന ധൂമാവലി. പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ നിന്ന് വരുന്ന ആത്മാവിൻ്റെ ശക്തിയാലും പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും ഞാൻ നിങ്ങൾക്ക് സ്നാനം നൽകുന്നു. ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിന്റെ പാത പിന്തുടരുവാൻ ഞങ്ങൾ തയ്യാറാണ്. അതെ, ഞങ്ങൾ തയ്യാറാണ്. നമുക്ക് അവന്റെ കൂടെ പോവാം. വരൂ. വന്നു കേരളത്തിൽ അലയാഴികൾ പിന്നിട്ടും, വന്നു കേരളത്തിൽ അലയാഴികൾ പിന്നിട്ടും, തിരുവചനം കൈക്കൊള്ളാൻ പലരിലും അത് കൈമാറാൻ ഗുരുവരുളാൽ അന്നൊരു നാൾ സുഹൃതൻ തോമാശ്ലീഹ കൊടുങ്ങല്ലൂരിനരികിൽ ഒടുവിൽ മാലിയങ്കര തന്നിൽ വന്നു കേരളത്തിൽ അലയാഴികൾ പിന്നിട്ടും, വന്നു കേരളത്തിൽ അലയാഴികൾ പിന്നിട്ടും. കടലിലൂടെ നടന്നോനാം കനിവാർന്ന മിശിഹാ തമ്പുരാൻ, കടൽ കടന്നുപദേശങ്ങൾ പ്രചരിച്ചിടാൻ പ്രിയ ശിഷ്യരെ സന്ദേശം നൽകി അനുമതിയോടു യാത്രയാക്കി, സന്ദേശം നൽകി അനുമതിയോടു യാത്രയാക്കി. അവരിലൊരാൾ മാർത്തോമ വരവായി കേരള മണ്ണിൽ, അവരിലൊരാൾ മാർത്തോമ വരവായി കേരള മണ്ണിൽ. പാക്കപ്പലിലൊന്നിൽ പുണ്യാളൻ പൊടുന്നനെ കൊടുങ്ങല്ലൂരൊടുവിൽ ഒരു നാൾ സാദരം, ഒരു നാൾ സാദരം. തോമാശ്ലീഹായുടെ കീർത്തി കേരളമൊട്ടും വ്യാപിച്ചു.
അർത്ഥശൂന്യമായ വാക്കുകൾ സാന്ത്വനത്തിന്റെ സ്വരമായിരിക്കില്ല എന്ന് തോമാസ് ലീഹ പഠിപ്പിച്ചു. തോമാസ് ലീഹായുടെ അടയാളങ്ങളിലും അത്ഭുതങ്ങളിലും അവർ വിശ്വസിച്ചു. ആ വിശ്വാസത്തിന്റെ മാറ്റൊലി നാട്ടുരാജാക്കന്മാരുടെ അടുത്തെത്തിയിരുന്നു. അധികാരത്തിന് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലിൽ തോമാസ് ലീഹ എന്ന പേര് അവർക്ക് ഒരു ഭീഷണിയായി മാറി. തോമാസ് ലീഹ ഈ മലയാള മണ്ണിൽ 7 ക്രൈസ്തവ സമൂഹങ്ങൾക്ക് രൂപം കൊടുത്തു. കേരളത്തിൽ ക്രിസ്തുവിന്റെ വചനം പ്രഘോഷിച്ചതിനു ശേഷം അദ്ദേഹം മൈലാപ്പൂരിലേക്ക് യാത്രയായി. മിസ്ദേവൂസ് എന്ന രാജാവിന്റെ ഭരണകാലത്താണ് തോമാസ് ലീഹ മൈലാപ്പൂരിൽ വചനം പ്രഘോഷിച്ചതെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. അല്ലയോ മഹാരാജൻ, അങ്ങയുടെ ഈ പിറന്നാൾ ദിനത്തിൽ അങ്ങയെ സന്തോഷിപ്പിക്കാൻ കൊട്ടാരം നർത്തകിമാർ തയ്യാറായിരിക്കുന്നു. നടക്കട്ടെ. നമാമി നമാമി ഈശ്വരനാട്യ പൂജിതം. നമാമി നമാമി ശങ്കരപാദവന്ദിതം. ಗೆಜ್ಜೆಗಳ ನಾದಾತೋಂತನಂ ಪಾದಗಳ ಕುಣಿತಾಧೀರ್ತನಂ. ಸಂಗೀತ ಸಾಹಿತ್ಯ ಆನಂದ ಆಲಾಪವೇ ತನಧಿರನ ಧಿರನ ತನಧೇ. ರಾಗ ತಾಳ ನಾಟ್ಯಂ ನಟರಾಜ ಸುಂದರಂ. ನಾದ ವೇದ ಕಾವ್ಯಂ ನಟರಾಜ ಸುಂದರಂ. ರಾಗ ತಾಳ ನಾಟ್ಯಂ ನಟರಾಜ ಸುಂದರಂ. ನಾದ ವೇದ ಕಾವ್ಯಂ ನಟರಾಜ ಸುಂದರಂ.
ചരിതമതേറെ പറയുവതിന്നിതി നേരം മതിയാവതിൽ നിറബാലെ പരിചോടു പോവുക നീയെ മതിശോക ഭാവമതേറെ മതിയിൽ നിന്നുൾ മുഖമാകെ ഉണർന്നാൽ നീ നിശ്ചരിമാതെ വളർന്നീരു ഈ ജഗത്തായി മനോഹരമായിരിക്കുന്നു. നമ്മുടെ പിറന്നാൾ ദിനം നമ്മെ ഏറെ സന്തോഷിപ്പിച്ച കൊട്ടാരം നർത്തകിമാർക്ക് അഭിനന്ദനങ്ങൾ. അല്ലയോ മന്ത്രി, നമ്മുടെ പിറന്നാൾ ദിനത്തിൽ എന്താണ് പുതിയ വാർത്തകൾ? തോമസ് എന്നു പേരായ ഒരു മാന്ത്രികൻ നമ്മുടെ രാജ്യത്ത് വന്നിരിക്കുന്നു. നിങ്ങൾ പറയുന്ന ഈ മാന്ത്രികൻ ആരാണവൻ? അവൻ കടലിനക്കരയിൽ നിന്ന് വന്നവനാണ്. അവന്റെ ഗുരു യേശു ക്രിസ്തുവിന്റെ മാന്ത്രിക വിദ്യകളാണ് അവൻ ഇവിടെ പഠിപ്പിക്കുന്നത്. കള്ളനാണവൻ, പേരും കള്ളൻ. അവന്റെ ഗുരു അവന്റെ കൂടെയുണ്ടോ? അവൻ ഏതോ കള്ളന്മാരുടെ കൂടെ കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചു. അടക്കം ചെയ്ത് 3-ാം ദിവസം ഉയർപ്പിക്കപ്പെട്ടു അത്രേ. എന്തൊക്കെയാണ് നാം കേൾക്കുന്നത്? നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ നാട്ടിൽ മാന്ത്രിക വിദ്യ കാണിച്ച് ആളുകളെ പറ്റിച്ച് നടക്കുന്നവന്റെ കൂടെ ജനങ്ങളും. അതനുവദിച്ചുകൂടാ. ഇത് എന്റെ നാടാണ്. അതുമാത്രമല്ല രാജൻ, ആ മാന്ത്രികൻ തോമസ് അവൻ ജനങ്ങളെ മുഴുവൻ അവന്റെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയാണ്. അവരെല്ലാം ഇപ്പോൾ ആരാധിക്കുന്നത് അവന്റെ ദൈവത്തെയാണ്. പാടില്ല. കുലദൈവങ്ങളെ നമ്മുടെ രാജ്യത്തെ ജനം മറന്നുകൂടാ. ഞാനത് പലതവണ പറഞ്ഞു നോക്കി മഹാരാജൻ. കുലദൈവങ്ങളെ അവർ വിശ്വസിക്കില്ല എന്നാണ് പറയുന്നത്. എങ്കിൽ ചെന്ന് കൊന്നൊടുക്ക്. തോമസിന്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ കൊന്ന് കടലിൽ തള്ളു. മഹാരാജൻ, എന്താ മന്ത്രിക്കതിന് സാധിക്കില്ല എന്നുണ്ടോ? അതല്ല മഹാരാജൻ, ആ മാന്ത്രികന്റെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ കൊല്ലാൻ തീരുമാനിച്ചാൽ എനിക്ക് അങ്ങയുടെ പത്നിയെയും മകനെയും കൊല്ലേണ്ടി വരും. എന്ത്? താങ്കൾ എന്താണ് ഈ പറയുന്നത്? അതെ മഹാരാജൻ, അങ്ങയുടെ പത്നിയും മകനും ഇപ്പോൾ ആരാധിക്കുന്നത് ആ മാന്ത്രികന്റെ ദൈവത്തെയാണ്. ആരെവിടെ? നമ്മുടെ പ്രിയഭക്തി ടെർട്ടിയയോട് നമ്മെ മുഖം കാണിക്കുവാൻ പറയൂ. അടിയൻ
മഹാരാജൻ അങ്ങനെ വിളിച്ചുവോ? ടർട്ടിയ, ഞാൻ ഈ കേട്ടത് സത്യമാണോ എന്നറിയണം. എന്താണ് മഹാരാജൻ? ഈ മിസ് ദേവൂസ് രാജാവിൻ്റെ പ്രിയപത്നിയും മകനും ഇപ്പോൾ ആരാധിക്കുന്നത് ആ തോമസിന്റെ ദൈവത്തെയാണെന്ന്. അതെ രാജൻ, യേശു ക്രിസ്തുവിനെയാണ് ഞാനും മകനും ഇപ്പോൾ ആരാധിക്കുന്നത്. അങ്ങ് കേട്ടിട്ടുണ്ടോ യേശു ക്രിസ്തുവിനെ കുറിച്ച്? ഈ ലോകത്തിലെ മനുഷ്യരുടെ പാപങ്ങൾ നീക്കുവാൻ വന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അവന്റെ സ്നേഹവലയത്തിൽ നിന്ന് അവൻ ആരെയും മാറ്റി നിർത്തിയില്ല. വിശന്നു വലഞ്ഞവർക്ക് അവൻ അപ്പം നൽകി, രോഗികളെ അവൻ സൗഖ്യപ്പെടുത്തി. പക്ഷേ ചെയ്യാത്ത കുറ്റത്തിന് റോമൻ സാമ്രാജ്യം അവനെ ക്രൂശിലേറ്റി. നിർത്ത് നിർത്ത് നിന്റെ ജൽപ്പനങ്ങൾ. പോ പോ പോ, അകത്തു പോ. തോമസ് മന്ത്രി, നാളെ നേരം പുലരും മുൻപ് അവന്റെ ശരീരം കുന്തത്തിൽ കിടന്നാടണം. കൊന്നു കളയണം. ഞാൻ ഈ പുണ്യഭൂമിയിൽ വചനം പ്രഘോഷിച്ച് പ്രത്യാശ നിറഞ്ഞ ജീവിതത്തിലേക്ക് അവരെ ഞാൻ നയിച്ചു. ഹൃദയത്തെ ദൈവത്തിൽ ഉറപ്പിച്ച് കൈകൾ ഉയർത്തി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ജനത്തെ അനുഗ്രഹിക്കണമേ. നീ എൻ്റെ ജനത്തോട് വചനം പ്രഘോഷിച്ചു. അവരുടെ പാപങ്ങൾ നീ കേട്ടു. നീ അവയെ വിശുദ്ധീകരിച്ചു. ദൈവമേ, ഞാനൊരു പാപിയാണ്, ഒളിച്ചോടിയവനാണ്. അങ്ങ് ഉദ്ധാനം ചെയ്തപ്പോൾ അത് വിശ്വസിക്കാതിരുന്നവനാണ് ഞാൻ. കണ്ടു വിശ്വസിക്കണം എന്ന് ശാഠ്യം പിടിച്ചവൻ. എനിക്ക് തെറ്റുപറ്റിപ്പോയി ദൈവമേ. തോമസ്, മനുഷ്യൻ ബലഹീനരാണ്. ദൈവം നിന്റെ കൂടെയുണ്ട്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, പിതാവേ, അങ്ങെന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർത്തിയാക്കി. എൻ്റെ നാഥന്റെ സന്നിധി തേടി യാത്രയാകുന്നു. വെള്ളരിപ്രാവ് പോലെ പറന്നു പോകുന്നു ഞാൻ. സ്വർഗത്തിൽ ഒരു വീടു പണിതെൻ്റെ നാഥൻ ആ വീടു തേടി യാത്ര പോകുന്നു ഞാൻ. വെള്ളരിപ്രാവ് പോലെ പറന്നു പോകുന്നു ഞാൻ.
നമുക്ക് അവനോടൊപ്പം പോയി മരിക്കാം എന്ന് പറഞ്ഞവനാണ് തോമാസ് ലീഹ. അത് ജീവിതത്തിൽ നിറവേറ്റുകയും ചെയ്തു. AD 72 ജൂലൈ 3-ാം തീയതി മൈലാപ്പൂരിലെ ചിന്നമലയിൽ പ്രാർത്ഥനാ നിരതനായിരിക്കുമ്പോൾ അദ്ദേഹത്തെ ശത്രുക്കൾ കുന്തം കൊണ്ട് കുത്തിക്കൊന്നു. താൻ നട്ടുവളർത്തിയ ഭാരതസഭയ്ക്ക് തന്റെ അവസാന തുള്ളി രക്തവും നൽകിക്കൊണ്ട് തോമാസ് ലീഹ നമുക്ക് മാതൃകയായി. അനശ്വരമായ ജീവിതം തോമാസ് ലീഹ നമുക്ക് നൽകി. തോമാസ് ലീഹ തെളിച്ച വിശ്വാസം മുറുകെ പിടിച്ച് യേശുവിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. വിശുദ്ധ തോമാസ് ലീഹായുടെ നാമധേയത്തിലുള്ള ഈ പള്ളി അദ്ദേഹത്തിന്റെ ജീവിത സാക്ഷ്യമാണ്. നമുക്കതിൽ അഭിമാനിക്കാം. പ്രാർത്ഥിക്കാം. എന്റെ കർത്താവേ, എന്റെ ദൈവമേ. ആത്മനാഥന്റെ അരുമ ശിഷ്യനാം മാർത്തോമാ, ഈ ആലയത്തിന്റെ നാഥനായ പ്രിയതാതാ. ആത്മനാഥന്റെ അരുമ ശിഷ്യനാം മാർത്തോമാ, ഈ ആലയത്തിന്റെ നാഥനായ പ്രിയതാതാ. വചനം എരിയും കനലുമായി, കണ്ണിൽ കാൽവരിക്കുന്നിൻ കനിവുമായി, ഇരുളകറ്റാൻ വഴിയൊരുക്കാൻ വന്ന പുണ്യശ്ലീഹ മാർത്തോമാ. തിരുമുറിപ്പാടിൽ വിരൽ ചേർത്ത്, തിരുഹൃദയത്തിൽ ഉൾച്ചേർത്ത്, നീയേകി വിശ്വാസം എന്റെ കർത്താവേ, എന്റെ ദൈവമേ. നിത്യമതാണെന്നഭിഷേകം എന്റെ കർത്താവേ, എന്റെ ദൈവം.